ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇത് പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ആണ്. ഇതിനകത്ത് കൂടുതലായിട്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നതിനേക്കാൾ പെർസെൻറ്റേജിന് ഒരു അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. ഈ കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അന്നേരം നമ്മൾ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. ഇതിനകത്ത് ഈ ഒരു കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രാക്ഷൻസും പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ടുള്ള റിലേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഓൾറെഡി നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് പിൻ ചെയ്യാം. നിങ്ങൾക്ക് അതോടെ കണ്ടു കഴിയുമ്പോൾ കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നതാവും. So the concept ഇങ്ങനെയാണ്. If a value is increased by n by d, then get back to the same number p, we have to decrease the resultant value by n divided by d plus n. For example, നമുക്കൊരു നമ്പർ ഉണ്ട് p എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട്. ആ പിയിൽ നിന്ന് ഒരു പെർസെൻറ്റേജ് കൂട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് q കിട്ടി. ഫോർ എക്സാമ്പിൾ പിയിൽ നിന്ന് 25% കൂട്ടിയപ്പോൾ q കിട്ടിയെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾക്കൊരു സംശയം വരാം, ഇവിടെ പറഞ്ഞിരിക്കുന്ന n ബൈ ഡി എന്നല്ലേ, പിന്നെ എങ്ങനെയാണ് 25% വർക്ക് ചെയ്യുന്നത്? ഏതൊരു പെർസെൻറ്റേജിനെയും നമുക്ക് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ആ ഒരെണ്ണമാണ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത് കണ്ടു കഴിയുമ്പോൾ കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവും. ഈ 25% എന്ന് പറയുന്നത് നത്തിങ് ബട്ട് 1/4 ആണ്. സോ അപ്പൊ എന്താണ്, പിയിൽ നിന്ന് ക്യൂവിലേക്ക് കിട്ടാനായിട്ട് ഇൻക്രീസ് ചെയ്തത് 1/4 ആണ് എങ്കിൽ ക്യൂവിൽ നിന്ന് തിരിച്ച് പി കിട്ടാൻ എത്രത്തോളമാണ് കുറയ്ക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ 1/4 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് n ബൈ ഡി ഈക്വൽ ടു 1/4. അതായത് n 1 ആണ്, d 4. അപ്പോ n ഡിവൈഡഡ് ബൈ ഡി പ്ലസ് എൻ എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/5. അപ്പൊ പിയിൽ നിന്ന് ക്യൂവിലേക്ക് കിട്ടാൻ 1/4 ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ക്യൂവിൽ നിന്ന് പിയിലേക്ക് കിട്ടാൻ 1/5 ഡിക്രീസ് ചെയ്യണം. ഈ 1/5 എന്ന് പറയുന്നത് എന്ത് പെർസെൻറ്റേജ് ആണ്? അതും ഫ്രാക്ഷനും പെർസെൻറ്റേജുമായിട്ടുള്ള കണക്ഷൻ ആണ്. 1/5 ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 20%. അപ്പോൾ പിയിൽ നിന്ന് ക്യൂയിലേക്ക് കിട്ടാൻ 20%, പിയിൽ നിന്ന് ക്യൂയിലേക്ക് കിട്ടാൻ 25% ഇൻക്രീസ് ചെയ്താൽ ക്യൂവിൽ നിന്ന് പിയിലേക്ക് കിട്ടാൻ ഡിക്രീസ് ചെയ്യേണ്ടത് 20% ആണ്. സോ ദിസ് ഇസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ഇഫ് യു ആർ ഇൻക്രീസിങ് ഒരു വാല്യൂ ഇൻക്രീസ് ചെയ്തു, ആ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സ്റ്റാർട്ടിംഗ് വാല്യൂയിലേക്ക് കിട്ടാൻ എത്ര പെർസെൻറ്റേജ് കുറയ്ക്കണം എന്ന് ചോദിച്ചാൽ നമ്മൾ അതിനെ n ഡിവൈഡഡ് ബൈ ഡി പ്ലസ് എൻ എന്ന് പറയുന്ന ഫാക്ടർ. ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് ഫ്രാക്ഷനും പെർസെൻറ്റേജുമായിട്ട് റിലേഷൻ അറിഞ്ഞിരിക്കണം. സോ ഏത് പെർസെൻറ്റേജ് കിട്ടിയാലും നമുക്ക് അതിനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഇഫ് ഇറ്റ് ഈസ് 75% മീൻസ് 75 എന്ന് പറയുന്നത് നത്തിങ് ബട്ട് 25% ഇൻറ്റു 3 ആണ്. സോ 25% എത്രയാണ്? 1/4 ആണ്. 1/4 ഇൻറ്റു 3, 75% ഇസ് നത്തിങ് ബട്ട് 3/4. ഓക്കെ, നമുക്ക് ഇങ്ങനെയാണ് ഏതൊരു ഫ്രാക്ഷനെയും പെർസെൻറ്റേജിലേക്കോ ഏതൊരു പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലേക്കോ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നോക്കാം. ദ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഏജ് ഓഫ് രവി ഈസ് 20 years. ഇഫ് ശ്യാംസ് ഏജ് ഈസ് 25% ഗ്രേറ്റർ ദാൻ രവി, then how much percentage രവി's ഏജ് ഈസ് ലെസ് ദാൻ ശ്യാംസ് ഏജ്? രവിയുടെ ഏജ് 20 വയസ്സാണ്, ശ്യാമിന്റെ ഏജ് രവിയുടെ ഏജിനേക്കാൾ 25% കൂടുതലാണ് എങ്കിൽ രവിയുടെ ഏജ് എന്ന് പറയുന്നത് ശ്യാമിന്റെ ഏജിനേക്കാൾ, അല്ലെങ്കിൽ രവിയുടെ ഏജ് എന്ന് പറയുന്നത് ശ്യാമിന്റെ ഏജിനേക്കാൾ എത്ര പെർസെൻറ്റേജ് കുറവാണ്? പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ പ്രൊപ്പോർഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കും. ബട്ട് വെൻ യു കൺസിഡറിങ് രവിയുടെ ഏജിനേക്കാൾ 20% കൂടുതലാണ് ശ്യാമിന്റെ ഏജ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് 20% മീൻസ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 1/5. തിരിച്ച് അങ്ങനെയാണെങ്കിൽ രവിയുടെ ഏജ് എന്ന് പറയുന്നത് ശ്യാമിന്റെ ഏജിനേക്കാൾ എത്ര പെർസെൻറ്റേജ് കുറവാണെന്ന് കണ്ടുപിടിക്കാൻ ഈ 1/5 ക്യാൻ ബി റിട്ടൺ ആസ് നത്തിങ് ബട്ട് ഈക്വൽ ടു n ബൈ ഡി. അപ്പൊ ഇവിടെ നിന്ന് n ഡിവൈഡഡ് ബൈ ഡി പ്ലസ് എൻ കാൽക്കുലേറ്റ് ചെയ്താൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈസ് ഗോയിങ് ടു ബി, വാട്ട് വിൽ യു ഗെറ്റ്? So it is given that 25%. I just take it as 20. So it is my fault. So 25. So 25 is something equal to 1/4. So n by d equal to 1/4. Sorry. Let me correct it. So in the question, they have mentioned that increased by 25%. So if it is 25%, means it is nothing but 1/4. So n by d is going to be 1/4. ഇപ്പോൾ n ബൈ ഡി എന്ന് പറയുന്നത് 1/4 ആണെങ്കിൽ n ഡിവൈഡ് ബൈ ഡി പ്ലസ് എൻ എന്ന് പറയുന്നത് വരും 1 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/5 ദാറ്റ് ഈസ് ഈക്വൽ ടു 20%. സോ എത്ര ഡിക്രീസ് ചെയ്യണം? ഡിക്രീസ്ഡ് ബൈ 20%. സോ ദെൻ ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് രവി's ഏജ് ഈസ് ലെസ് ദാൻ ശ്യാംസ് ഏജ്? ഇറ്റ് വിൽ ബി 20% ലെസ് ദാൻ. ക്ലിയർ? സോ ഇത് ഇങ്ങനെ ശരിയാവും എന്നൊരു സംശയം ഉണ്ടാവും. ഇതെങ്ങനെ ശരിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ വെച്ച് തന്നെ വേറൊരു മെത്തേഡിൽ സോൾവ് ചെയ്ത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. They are telling that രവിയുടെ ഏജ് എന്ന് പറയുന്നത് 20 ആണ്, ശ്യാമിന്റെ ഏജ് 25% കൂടുതലാണ്. 25% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ
if എക്സിനേക്കാൾ 25% കൂടുതൽ എന്ന് പറയുന്നത് വരും, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഈക്വൽ ടു എക്സ് ഇൻറ്റു 125 divided by 100. Correct? So 20 into 125 divided by 100. So if you are cancelling it by 25, it will become 5 divided by 4. 4 and 20 will cancel, you will get 5. So the Shyam's age is going to be 25. Shyam's age and the 25. Then how much percentage Ravi's age is less than Shyam's age? If you are considering Shyam's age in the etra shadamanamanu Ravi's age. 20 by 100 into 100. If you cancel it up, here you will be getting 4. 20 into 4, that is equal to 80%. So രവിയുടെ ഏജ് എന്ന് പറയുന്നത് ശ്യാമിന്റെ ഏജിന്റെ 80%. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനം കുറവാണ്? 20% കുറവാണ്. ഇത്രയും സൊല്യൂഷൻ ചെയ്യുന്നതിന് പകരം ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ഫൈൻ. ഇഫ് ഇറ്റ്സ് ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. then നേരെ തിരിച്ച് if a value is decreased by n by d, then get back to the same number p, we have to increase the resultant value by n divided by d plus n. For example, നമുക്ക് p എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. അതിൽ നിന്ന് n by d ഫാക്ടർ കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? q കിട്ടി. അങ്ങനെയാണെങ്കിൽ തിരിച്ച് p കിട്ടാൻ എന്ത് ഇൻക്രീസ് ചെയ്യണം? തിരിച്ച് p കിട്ടാൻ you need to increase n divided by d minus n. d plus n അല്ല, d minus n. For example, ഇവിടെ ഡിക്രീസ് ചെയ്തത് assume that it will be 25%. Decrease ചെയ്ത് 25% ആണെങ്കിൽ it is nothing but equal to 1 by 4. So this is nothing but equal to n by d. So n divided by d minus n is going to be 1 divided by 4 minus 1, that is equal to 1 by 3. So എത്ര പെർസെന്റേജ് കൂടണം? 1 by 3 കൂടണം. 1 by 3 is nothing but equal to 33.33%. 33.33% ആണ് അവിടെ കൂടേണ്ടത്. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നോക്കിയാൽ, ഇഫ് ദ പെട്രോൾ പ്രൈസ് ഓർ ദ പ്രൈസ് ഓഫ് ദ പെട്രോൾ ഫോൾസ് ഡൗൺ ബൈ 20%, പെട്രോളിന്റെ പ്രൈസ് 20% കൂടി, അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് പെർസെന്റേജ് എ പേഴ്സൺ ഇൻക്രീസ് ഇസ് കൺസംഷൻ, അതായത് എത്ര പെർസെന്റേജ് കൺസംഷൻ കൂടിയാൽ എക്സ്പെൻഡിച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. അതായത് പ്രൈസ് ഇൻറ്റു കൺസംഷൻ ആണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, 60 കിലോ വിലയുള്ള 2 കിലോ ഷുഗർ വാങ്ങിച്ചാൽ 60 കിലോ എന്ന് പറയുന്നത് 60 രൂപ എന്ന് പറയുന്ന പ്രൈസ് ആണ്, 2 കിലോ എന്ന് പറയുന്ന കൺസംഷൻ ആണ്. അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ 120. ഇവർ പറയുന്നുണ്ട് പ്രൈസ് കുറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? എക്സ്പെൻഡിച്ചർ കോൺസ്റ്റന്റ് ആവണമെങ്കിൽ കൺസംഷൻ കൂടണം. കറക്റ്റ്? പെർഫെക്റ്റ്. സോ ഇഫ് ഇറ്റ് ഈസ് ദ കേസ്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് പെട്രോളിന്റെ പ്രൈസ് 20% കുറഞ്ഞു. ദാറ്റ് മീൻസ് ഇഫ് യു ആർ കൺസിഡറിംഗ് ദ പ്രൈസ് ഓഫ് ദ പെട്രോൾ is decreased by 20%. എന്താണ് 20%? 20% is nothing but equal to 1 by 5. Then അങ്ങനെയാണെങ്കിൽ കൺസംഷൻ എത്ര പെർസെന്റേജ് കൂടണം? We know that they are mutually connected relationship. So this is nothing but equal to n by d. So consumption കൂടേണ്ടത് എന്ത് വരും? divided by n divided by d minus n, that is equal to 1 divided by 5 minus 1, that is equal to 1 by 4. 1 by 4 എന്ന് പറയുന്നത് nothing but 25%. അപ്പോൾ കൺസംഷൻ 25% കൂടും. ക്ലിയർ? സോ ഇത് പെട്ടെന്ന് കിട്ടുമ്പോൾ ഒരു സംശയം തോന്നാം, നമുക്ക് വേറെ മെത്തേഡിലൂടെ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ കൺസിഡറിംഗ് ദ പ്രൈസ്, ഇഫ് യു കൺസിഡറിംഗ് ദ കൺസംഷൻ, ഇനിഷ്യലി നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണെന്ന് അസ്യൂം ചെയ്താൽ 20% വില കുറയുക എന്ന് പറയുമ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് 80% ആയി. കൺസംഷൻ എത്രയാണെന്ന് അറിയത്തില്ല, നമ്മൾ കൺസംഷനെയും 100 ആയിട്ട് അസ്യൂം ചെയ്താൽ പുതിയ കൺസംഷൻ എത്രയാണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ കൺസംഷൻ എക്സ് ആയിട്ട് കൊടുക്കുന്നു. പ്രൈസ് ഇൻറ്റു കൺസംഷൻ ആണ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ 100 into 100 എന്ന് പറയുമ്പോൾ 10,000 വരും. ദെൻ ഇവിടെ പ്രൈസ് എന്ന് പറയുന്നത് 80 ആണ്. 80 into x ആകുമ്പോൾ 80x എന്ന് പറയും. ഓട്ടോമാറ്റിക്കലി നമുക്ക് തന്നിട്ടുണ്ട് എക്സ്പെൻഡിച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 80x equal to 10,000. If you cancel it, 0 and 0, that will be cancelled out. So if you are cancelling it with a 4, it will become 2. 100 on cancellation with a 4, you will get 25. 250 you will get. Correct? So when your value x will be equal to 250 divided by 2, 250 divided by 2, that will be equal to 125. So consumption എത്രയാണ്? 125. Consumption 100 in the 125 ആകുക എന്ന് പറഞ്ഞാൽ it increased by 25%. സോ നമ്മൾ ഉപയോഗിച്ച അഡ്വാൻസ്ഡ് കോൺസെപ്റ്റും അത് വെച്ചിട്ടുള്ള പ്രോബ്ലവും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമന്റ് പറയുക.
വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്ലാരിറ്റി, സ്പീഡുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എക്സ്പ്ലനേഷനുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കാണാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. So as a token of gratitude, like to this particular video, share with your friends. SSC എക്സാമിനോ ഇതിലോ കോമ്പറ്റേറ്റീവ് എക്സാമിനോ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. ബൈ.